ഡയറക്ടർമാരിൽ ഒരാളായ ശ്രീ റജിയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ഒരു എളിയ സ്ഥാപനമായ ഫോട്ടോഫാസ് കളർ ലാബ് ആൻഡ് പ്രിന്റ് ഹബിൻ്റെ ഉദ്ഘാടന വേളയിൽ എത്തിയിരിക്കുന്ന എല്ലാവർക്കും അതിന് തന്നെ നന്ദിയും ആശംസകളും എല്ലാവിധ നന്ദിയും ഞങ്ങൾ അറിയിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ഈ പ്രോഗ്രാം ഇന്നിവിടെ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനായ പൂഞ്ഞാർ MLA സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ അവരുകളാണ്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഞങ്ങളെ എവിടെയും പേരിൽ ഞങ്ങൾ സ്റ്റാഫിൻ്റെയും ഞങ്ങളുടെ പേരിൽ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് കൃത്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. സ്ഥാപനത്തിന് തുടക്കം കുറിക്കുന്ന പ്രിയപ്പെട്ട റജി അടക്കം ഇതിൻ്റെ സംരംഭകർ, നമ്മുടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രസിഡന്റ് ആദരണീയനായ ശ്രീ MA ഖാദർ അവറുകൾ, സെക്രട്ടറി ശ്രീ മാത്യു, നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ്റെ ഭാരവാഹികളായ ശ്രീ ജെയ്സൺ വഹിച്ചു, നമ്മുടെ ഏറ്റവും ആദരണീയനായ ഡോക്ടർ PT മാത്യു ചിത്രീകരിക്കുന്ന കാര്യത്തിൽ വലിയ മികവ് കൈവരിച്ചിരിക്കുകയാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഒരു റൂമിൽ അല്ലെങ്കിൽ ഒരു പോയിന്റിൽ നമുക്ക് ലഭിക്കുന്നു. ഏറ്റവും മികച്ച നിലയിൽ ഏറ്റവും ആധുനികമായ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടുകൂടി വർഷങ്ങളുടെ പ്രവർത്തന പരിചയവും അനുഭവ പരിജ്ഞാനവും ഈ രംഗത്തെ മികവുമെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇവരെ കടന്നു വന്നിട്ടുള്ളത്. അതോടൊപ്പം നമുക്കറിയാം, ഇന്ന് സമൂഹത്തിൽ ഏത് നിലക്കാണെങ്കിലും അംഗീകാരവും ആദരവും നൽകുക എന്നുള്ളത് പൊതുവിൽ നാം എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പം അതിനെ ഈ പ്രസ്ഥാനത്തിന്, സ്ഥാപനത്തിന് എല്ലാ ഭാവുകങ്ങളും വിജയങ്ങളും ആശംസിക്കുകയാണ്. നമുക്കറിയാം, ഈ ഏറ്റുപേട്ട ഒരു വ്യാപാര നഗരമാണ്. അതിൻ്റെ ഒരു പുരോഗതി അനുദിനം നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ആളുകൾ SSLC +2 പരീക്ഷകളൊക്കെ ആരംഭിച്ചിരിക്കുക. അപ്പോൾ അതൊക്കെ അടക്കം ജീവിതത്തിലെ നിർണായകമായ നിമിഷങ്ങളിൽ നേടുന്ന ഔന്നത്യങ്ങളുടെയും നേട്ടങ്ങളുടെയും ഒക്കെ ഒരു പുരസ്കാരങ്ങളും ആദരവുകളും നൽകുന്നതിനും ഒക്കെ പര്യാപ്തമായ നിലയിൽ അതിനൊക്കെ അനുയോജ്യമായ ഒരു സ്ഥാപനം ഫോട്ടോഫാസ്റ്റ് എന്ന പേരിൽ തുടക്കം കുറിച്ചിരിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും, ഇതിൻ്റെ റജിയും മനുവിനെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഇവരുടെ സ്ഥാപനം ഉത്തരോത്തരം പുരോഗതി പ്രാപിക്കട്ടെ, എല്ലാ വളർച്ചയും കൈവരിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ സ്ഥാപനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതായി പ്രഖ്യാപിച്ച് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു.
നാളുകളായി ഈ മേഖലയിൽ നന്നായി പ്രവർത്തന പരിചയമുള്ള വ്യക്തിയാണ് ഈ സ്ഥാപനം ആരംഭിക്കുന്നത്. ഇതിൻ്റെ ഈ ബിൽഡിങ്ങിൻ്റെ ഉടമ ശ്രീ മാത്യു സാറുണ്ട്. നമ്മുടെ തൊട്ടടുത്തുള്ള സെൻറ്റ് ജോർജ് ഐ ഹോസ്പിറ്റൽ ഡോക്ടർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഡോക്ടർ ഫ്രാൻസിസ് എത്തിച്ചേർന്നിട്ടുണ്ട്. രാഷ്ട്രീയ നേതാക്കൾക്കും എല്ലാവർക്കും ഉണ്ടായേ പറ്റും. ഇതൊരു കച്ചവടമാണ്. കാരണം ഞങ്ങളെയൊക്കെ സംബന്ധിച്ചോളം ബാങ്ക് ലോണോ അല്ലെങ്കിൽ സ്വർണ്ണം പണയം വെച്ചോ അല്ലെങ്കിൽ പിതാവ് തരുന്ന പണമോ അല്ലെങ്കിൽ വിവാഹം കഴിച്ച് ഭാര്യയ്ക്ക് ലഭിക്കുന്ന സ്വർണമോ ഒക്കെ പണയം വെച്ചോ വിറ്റോ ഒക്കെ വായ്പ വാങ്ങിയൊക്കെ ആണ് വലിയ മുതൽ മുടക്കിലാണ് കച്ചവടം തുടങ്ങുന്നത്. അപ്പം കച്ചവടം തുടങ്ങുമ്പോൾ ആ കച്ചവടം നിലനിർത്തേണ്ടത് ഈരാറ്റുപേട്ടയിലെ ജനങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമല്ല, എല്ലാവരുടെ ഉത്തരവാദിത്വമാണ്. അപ്പം ആ നിലയിൽ ഇക്കാര്യത്തിൽ നമ്മുടെ നേതാക്കളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം അവർക്കൊക്കെ ആണ് ഇനി തിരിച്ചറിവുണ്ടാകേണ്ടത്. ഇവിടെയുള്ള ആളുകൾ നിങ്ങളെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈരാറ്റുപേട്ടയിൽ അത്രയും വലിയൊരു പ്രശ്നമുണ്ടായിട്ട് ഒരാൾ പോലും ഒന്ന് പ്രതിഷേധിക്കാനോ ഒന്ന് റോഡിലിറങ്ങാനോ ഒരു പ്രമേയം പാസ്സാക്കാനോ പള്ളിയോ പട്ടയോ ആരും ഒരു വിഷയമായി വന്നിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അനുവാദം മേടിച്ചിട്ടാണ് ഇത് സംസാരിക്കുന്നത്. ഞാൻ ഇങ്ങനെ ഉദ്ഘാടന വേളയിൽ ഇത് പറയുന്ന ഒട്ടും ശരിയല്ല എന്നറിയാം, പക്ഷേ ഞങ്ങൾക്കൊക്കെ പറയുവാൻ കിട്ടുന്നൊരു അവസരം ഇത് മാത്രമാണ്. അതുകൊണ്ട് ദയവായി ഈരാറ്റുപേട്ടയെ നിങ്ങൾ ചേർത്ത് പിടിക്കണം. വലിയ മതസൗഹാർദ്ദമുള്ള ഒരു പ്രദേശമാണ്. ഇവിടെ അങ്കാളമ്മൻ കോവിലും അരുവിത്രപ്പള്ളിയും കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം പള്ളികളുള്ള പ്രദേശമാണ് ഈരാറ്റുപേട്ട. അപ്പോൾ കൃത്യമായി അതെങ്ങനെ പോകണം എന്നുള്ള നിർദ്ദേശവും സംവിധാനവും ഒക്കെ ഞങ്ങൾക്ക് പള്ളിയിൽ ലഭിക്കാറുണ്ട്. ഒരു പ്രശ്നത്തിന് ഒരു വിഷയമുണ്ടാക്കുന്ന ആളുകൾ ഏത് പട്ടണത്തിലുമുണ്ട്. അതില്ലെന്നൊക്കെ അത് ഈരാറ്റുപേട്ട മാത്രമൊന്നും അല്ല. അപ്പം അതിലെ കുറെ കൂടി വൈകാരികമായ ഒരു എടുത്തിയാട്ടം എല്ലാ ബിൻസൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. എൻ്റെ അടുത്തൊരു സുഹൃത്താണ് ബിൻസ്, എൻ്റെ അടുത്താണ് താമസിച്ചത്. അദ്ദേഹം വളരെ അടുത്ത ബന്ധമാണ്. എനിക്ക് അങ്ങനെയുള്ള ആളുകളോട് പറയാനുള്ള കുറെ കൂടി ഇതിനാരും ദയവായി മറുപടി ഒന്നും പറയാൻ തയ്യാറാകരുത്. അതുമാത്രം എനിക്ക് പറയാനുള്ളൂ. ഞങ്ങളുടെ ഒരു വികാരം, ഞങ്ങൾക്കുണ്ടായിട്ടുള്ള ഒരു ഹൃദയത്തിലുണ്ടായിട്ടുള്ള വികാരം പറയുവാൻ ആണ് ഞാൻ MLA ഉള്ളപ്പോൾ പറയണമെന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അദ്ദേഹം രണ്ടുപേർ തിരക്കാണ്, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഒരു ആശംസ പറയണമെന്ന് ആഗ്രഹിച്ച ആളല്ല. എന്നാലും ഇത്രയും ആളുകൾ കൂടുന്ന ഒരു പരിപാടിയിൽ ഞങ്ങൾക്കുണ്ടായിട്ട് ദുഃഖവും സങ്കടവും ബുദ്ധിമുട്ടും ഒക്കെ ഈ രണ്ടുപേരുടെയൊക്കെ പുറത്തുനിന്ന ആളുകൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ഏത് വിഷയമുണ്ടായാലും അതൊക്കെ പരിഹരിക്കുവാൻ നല്ലൊരു നേതൃത്വമുണ്ട്. ഒരു മുനിസിപ്പൽ ചെയർമാനും വൈസ് ചെയർമാനുമുണ്ട്, പ്രതിപക്ഷമുണ്ട്, CPM ആളുകളുണ്ട്. എല്ലാ പാർട്ടിയിൽപ്പെട്ട ആളുകളെയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുവന്ന ഒരു പ്രദേശമാണ്. PP നൗഷാദാണ് ഉൾപ്പുണ്ട്. പക്ഷേ PSM റംലിയുണ്ട്. ഇവരൊക്കെ കേരള കോൺഗ്രസ് ആണോ എന്ന് ചോദിച്ചാൽ അത് അല്ലെന്ന് വെച്ചാൽ അല്ല. PP നൗഷാദ് ബാങ്ക് ജീവനക്കാരൻ അന്നത്തെ MLA വളരെ അടുത്ത് ബന്ധമുള്ള ആളാണ്. അപ്പം ആ നിലയിൽ തീർച്ചയായും ഈ പരിപാടിക്ക് ഞാൻ ആശംസ അറിയിക്കുന്നു. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. കാരണം ഞാൻ എൻ്റെ ഈരാറ്റുപേട്ട ഒരു വികാരം നിങ്ങളുമായി പങ്കുവച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ആരെയും കുറ്റപ്പെടുത്താനോ അങ്ങനെ ആരെങ്കിലും ബുദ്ധിമുട്ടിക്കാനോ വേണ്ടി ഒന്നും പറഞ്ഞൊരു കാര്യമല്ല. അപ്പം ആ നിലയിൽ ഈരാറ്റുപേട്ടയെ ഒന്നായി കാണുവാൻ നിങ്ങളെല്ലാം മനസ്സ് രൂപപ്പെടുത്തണമെന്നാണ് എനിക്ക് നിങ്ങളൊക്കെ പറയാനുള്ളത്. ഞാനിത് പറയേണ്ട കാര്യങ്ങളൊന്നുമല്ല, എന്നാലും അത് പറയുക എന്നുള്ളൊരു ഉത്തരവാദിത്വം എനിക്ക് ഉണ്ട്. ഇവിടെ ചെയർപേഴ്സൺ അവരൊക്കെ തിരക്കിട്ട ചില പരിപാടികളാണ്. നിങ്ങളെല്ലാം അറിയാം, നഗരോത്സവവും വ്യാപാരോത്സവവും അടിപൊളിയായി ഈരാറ്റുപേട്ടയായി നടപ്പാക്കുവാൻ സാധിച്ചു. ഈരാറ്റുപേട്ടയ്ക്ക് പുറത്തുനിന്ന് ആയിരക്കണക്കിന് ആളുകളാണ് ഈ പരിപാടി വീക്ഷിക്കുവാനെത്തിയത്. ഇന്നലത്തെ പരിപാടിയിലൊക്കെ ഈ തൊട്ടടുത്തുള്ള പഞ്ചായത്തുകളിൽ നിന്നൊക്കെ ഒട്ടേറെ സഹോദരിമാരും സഹോദരന്മാരുടെ കുഞ്ഞു മക്കളുമൊക്കെയായി ഈ പരിപാടി കാണുവാൻ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. അടുത്ത വർഷവും 2025 നഗരോത്സവം വ്യാപാരോത്സവം ഉണ്ടായിരിക്കും. ആ നിലയിൽ നമ്മുടെ ഇതിൻ്റെ സംഘാടകർക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ഉടമകൾക്ക് എല്ലാ ആശംസ അറിയിക്കുന്നു. എല്ലാ നന്ദിയും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയം. നമ്മുടെ ഈ ഫോട്ടോ ഫാസ്റ്റിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച പ്രിയപ്പെട്ട MLA ശ്രീ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ അവർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഈരാറ്റുപേട്ട യൂണിറ്റിൻ്റെ പ്രസിഡന്റ്, പ്രിയപ്പെട്ട ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ്റെ ജില്ലയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട പരിചയകമൽ, ഇവിടുത്തെ ഈ ഈരാറ്റുപേട്ട മേഖലയുടെ പ്രസിഡന്റ് ശ്രീ വേദിച്ചൻ ഫോട്ടോലാൻഡ്, പ്രിയപ്പെട്ട സണ്ണിച്ചേട്ടൻ സണ്ണി പൂഞ്ഞാറടക്കം നമ്മുടെ തങ്കച്ചേട്ടനും ഗോവിന്ദേട്ടനൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ സംരംഭത്തിന് പിന്നിലെ ചാലശക്തികളായ പ്രിയപ്പെട്ട റജി തീക്കോയി, മനു, പ്രിയപ്പെട്ടവരെ, ഈരാറ്റുപേട്ടയുടെ നഗരഹൃദയത്തിൽ തന്നെ ഫോട്ടോ ഫാസ്റ്റ് എന്ന ഈ സ്ഥാപനം ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. നിസ്സംശയം ഞാൻ പറയാം, ഇത് ഈരാറ്റുപേട്ടയിലെ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു സ്ഥാപനമായിരിക്കും എന്നതിൻ്റെ അകത്ത് യാതൊരുവിധ സംശയവും വേണ്ട. ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ
വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ യൂണിറ്റ് പ്രസിഡന്റ്, പ്രിയപ്പെട്ട രംഗത്തിയ ഭാരവാഹികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, എറണാകുളത്തും കോഴിക്കോടും കോട്ടയത്തും മാത്രം ഉണ്ടായിരുന്ന ടെക്നോളജി പ്രിന്റിംഗ് ഇന്നിപ്പോൾ ഈരാറ്റുപേട്ടയിൽ തുടങ്ങിയിരിക്കുകയാണ്. വ്യാപാരി പ്രസിഡന്റ് പറഞ്ഞ പോലെ പുതിയ സംരംഭങ്ങൾ വരുമ്പോൾ ഞങ്ങളതിനെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും. തീർച്ചയായിട്ടും ഈരാറ്റുപേട്ടക്കാർക്ക് വലിയധികം അഭിമാനമാണ്. കാരണം ഏറ്റവും ആധുനികമായ ടെക്നോളജി ആണ് ഇപ്പോൾ ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ രീതിയിലും ഒരു കുടക്കീഴിൽ ഫോട്ടോഗ്രാഫി മാത്രമല്ല, പ്രിന്റിംഗ് ടെക്നോളജി തീർച്ചയായിട്ടും നമുക്ക് ഇനി മുതൽ ഈ ഫോട്ടോ ഫാസ്റ്റിൽ നമുക്ക് ലഭിക്കും. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഒരുപാട് സന്തോഷമുണ്ട്. തീക്കോയിൽ നിന്നും ഉള്ള രണ്ട് വ്യക്തികൾ ഈരാറ്റുപേട്ട എന്ന അക്ഷര നഗരിയിൽ മതസൗഹാർദ്ദം എന്നും കാത്തു സൂക്ഷിക്കുന്ന ഈരാറ്റുപേട്ടയിൽ നമ്മുടെ കോട്ടയം ജില്ലയിലൊന്നും ഇല്ലാത്ത ഒരു പുതിയ സംരംഭത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് ഒരു മത്സര രംഗത്ത് തന്നെയാണ് ഇന്ന് ഫോട്ടോഗ്രാഫിയും അതുപോലെ തന്നെ നമ്മുടെ പ്രിന്റിംഗ് പുതിയ ടെക്നോളജികളും ഒക്കെ ഉള്ളത്. ആ സമയത്ത് തന്നെ ഇതുപോലെയുള്ള ഒരു പുതിയ സംരംഭം തുടങ്ങുവാൻ സന്നദ്ധത കാണിച്ച റജിയെയും മനുവിനെയും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതോടെ